കേരളത്തിലെ കർഷകർക്ക് സൗരോർജ്ജ പമ്പുകൾ നൽകാനുള്ള കേന്ദ്ര പദ്ധതിയായ PM കുസും പദ്ധതിയിൽ വൻ അഴിമതിയെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. പദ്ധതിയിൽ 100 കോടിയിൽ പരം രൂപയുടെ അഴിമതിയാണ് നടന്നത്. അനർട്ട് CEO നിയമനത്തിലും കള്ളക്കളിയുണ്ടെന്നും നിയമസഭാ സമിതി സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. കേരളത്തിലെ സാധാരണക്കാരായ കർഷകർക്ക് സൗരോർജ്ജ പ്ലാന്റുകൾ നൽകാനുള്ള കേന്ദ്ര പദ്ധതിയാണ് PM കുസും എന്ന പദ്ധതി. എന്നാൽ ഈ പദ്ധതി വൻ വെട്ടിപ്പും അഴിമതിയുടെയും കേന്ദ്രമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ദൗർഭാഗ്യവശാൽ അത് അനർട്ട് അഴിമതിക്കും കൊള്ളയ്ക്കും വേണ്ടി ഇത് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വൈദ്യുതി മന്ത്രിയാണ് ഇതിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയ കള്ളക്കളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. വൈദ്യുതി മന്ത്രിയും അനർട്ടിന്റെ സിഇഒയും ചേർന്ന് 240 കോടി രൂപയിൽ 100 കോടി രൂപയുടെ അഴിമതിക്കാണ് ഇവിടെ കളമൊരുക്കിയത്. PM കുസും പദ്ധതിയിൽ അഴിമതിയെന്ന രമേശ് ചെന്നിത്തലയുടെ ആരോപണത്തിനെതിരെ മന്ത്രി കെ കൃഷ്ണൻകുട്ടി അഴിമതി തെളിയിക്കാൻ ചെന്നിത്തലയെ വെല്ലുവിളിക്കുന്നുവെന്ന് വൈദ്യുതി മന്ത്രി പറഞ്ഞു. വകുപ്പുതല അന്വേഷണം പൂർത്തിയായാൽ മറ്റന്വേഷണം വേണോ എന്ന് പരിശോധിക്കും. 15 ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. അനർട്ട് CEO നരേന്ദ്രനാഥ് വേലൂരി നല്ല ഉദ്യോഗസ്ഥനാണെന്നും മന്ത്രി പറഞ്ഞു. അത് തെളിയിക്കാനാണ് ഞാൻ രമേശിനെ വെല്ലുവിളിക്കുന്നത്. കാരണം ഏത് റെക്കോർഡ് വേണം അദ്ദേഹമായിട്ട് സംസാരിക്കാൻ തയ്യാറാണ്. നമുക്ക് കാണിച്ചിട്ട് നമുക്ക് ആ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കുറ്റം ഏറ്റെടുക്കാനും തയ്യാറാണ്. നമ്മുടെ ജീവിതത്തിൽ വേറൊന്നുണ്ടെങ്കിലും അഴിമതിയെക്കുറിച്ചിട്ട് ഒരു ചളി കൊള്ളാൻ നമ്മൾ സമ്മതിച്ചില്ല. നമ്മളിനി പ്രായമായ കാലത്ത് ഇനി അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഗൗരവമുള്ള പ്രസ്താവം വിഷയം വിശദമായി അന്വേഷിച്ച് സമഗ്രമായ റിപ്പോർട്ട് എത്രയും വേഗം സമർപ്പിക്കുവാൻ താൽപ്പര്യപ്പെടുന്നു. കൂടാതെ വിവിധ പ്രവൃത്തികളിലെ ടെൻഡറുകളിലെ അഴിമതി എന്ന വാർത്തകളെക്കുറിച്ച് മുമ്പ് നിർദ്ദേശിച്ചിട്ടുള്ള പ്രകാരമുള്ള അന്വേഷണ റിപ്പോർട്ടിലും ഉടൻ തന്നെ സമർപ്പിക്കാൻ വേണ്ടി ഊർജ്ജ വകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ഞാൻ കത്ത് കൊടുത്തു കഴിഞ്ഞു. 15-ാം തീയതി അദ്ദേഹം ഡൽഹിയിലാണ്. 15-ാം തീയതി അദ്ദേഹം വന്ന ശേഷം ചർച്ച ചെയ്ത് എന്ത് നടപടി, ഇതൊരു ജനാധിപത്യമാണല്ലോ, ചില നടപടിക്രമങ്ങളുണ്ടല്ലോ, എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ അപ്പോൾ അതിനുള്ള ശക്തമായ നടപടി ഉണ്ടാകും. ഒരാളെയും സംരക്ഷിക്കുന്ന ഒരു പ്രവൃത്തിയും ഉണ്ടാവില്ല.